സർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം നിർണായകമായ പല നീക്കങ്ങളാണ് പല മുന്നണിയിലും നടക്കുന്നത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നടക്കുന്നു. ഇപ്പോഴും രമ്യമായി പരിഹരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് രൂക്ഷമായി തന്നെ ചർച്ചകൾ പോകുന്നു. ഇതിനിടയിൽ ഇന്നിപ്പോൾ കണ്ണൂരിൽ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് സൂചന നൽകിക്കൊണ്ട് തളിപ്പറമ്പിൽ നിന്നും എം.വി. ഗോവിന്ദൻ്റെ ഭാര്യ പി.കെ. ശ്യാമളയ്ക്കെതിരെ മത്സരിച്ച് വലിയ വിജയം കരസ്ഥമാക്കിയ ടി.കെ. ഗോവിന്ദൻ ഇപ്പോൾ കോടിയേരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. കോടിയേരിയുടെ സ്മൃതി മണ്ഡപം അവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. കോടിയേരിയുടെ ഭാര്യ വിലാസിനിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിറകെ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഒരു FB പോസ്റ്റ് ഉണ്ടായിരുന്നു. കോടിയേരിക്ക് പകരം വയ്ക്കാൻ മറ്റാരുമില്ല, അത് സംഘടനാ തലത്തിൽ തന്നെയാണ് എന്നാണ് ബിനീഷ് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്, വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിയിൽ കാണുന്ന തരത്തിലുള്ള അപജയങ്ങൾ CPM ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ സൂചന കൊടുത്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഒരു സംശയം, കണ്ണൂരിൽ പാർട്ടിയുടെ ഈറ്റില്ലമായ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമെല്ലാം ക്രമാതീതമായി CPM-ൻ്റെ വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. CPM-കാരുടെ വോട്ടുകൾ കൊണ്ട് തന്നെയാണ് CPM പാളയത്തിൽ നിന്ന് പിണങ്ങിപ്പിരിഞ്ഞു പോകുന്ന ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനുമെല്ലാം ജയിച്ചിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിൽ അതൃപ്തി പൂണ്ടു നിൽക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയുടെ ഒരു വിശാല സഖ്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനുമെല്ലാം മുന്നിട്ടിറങ്ങുമോ? അതിൻ്റെ സൂചനയായിട്ടാണോ കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലുള്ള സന്ദർശനവും കോടിയേരിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന ചെയ്തതുമല്ല? ടി.കെ. ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ രമണിയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, ആ പരിസര പ്രദേശങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന ആളെന്ന രീതിയിൽ സാറിൻ്റെ അഭിപ്രായം? അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ധാർഷ്ട്യമുള്ള നേതാവിനെ ഇത്രയധികം വളർത്തിയിട്ടുള്ളത് കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്നും സമന്വയത്തിൻ്റെ പാതയാണുള്ളത് ഉണ്ടായിരുന്നത്. പാർട്ടിയിലാണെങ്കിലും പുറത്താണെങ്കിലും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ എന്നും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ പാർട്ടിയെ കർക്കശതയോടുകൂടി പാർട്ടിയെ നയിക്കുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായപ്പോൾ, മറുഭാഗത്ത് കോടിയേരി ബാലകൃഷ്ണൻ സമന്വയത്തിലൂടെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് നല്ല പെരുമാറ്റം കാഴ്ചവെച്ചിട്ടാണ് അദ്ദേഹം പാർട്ടിയെ സംഘടിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടു നടന്നിട്ടുള്ളത്. എന്തൊക്കെ പ്രശ്നം വരുമ്പോഴും അത് നേരിടാൻ കഴിവുള്ള, അതിനെ പ്രതിരോധിക്കാനും പാർട്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവാതെ കൊണ്ടു നടക്കാനും കഴിവുള്ള ഒരു നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓർക്കുന്നത് 2 തവണയാണ്. ഒന്ന്, ആദ്യത്തെ തവണ എന്ന് പറയുന്നത് ഞാൻ 1986 വിശ്വനാഥൻ എന്ന് പറയുന്ന ധനകാര്യമന്ത്രിയെ കാണാൻ വേണ്ടി ഞാൻ AKG സെൻറ്ററിൽ പോയിരുന്നു. പോകാൻ കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ, AKG സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടെ പല നേതാക്കന്മാരും അങ്ങനെ പോകുന്നുണ്ട്, ആരെയും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകണം. അവസാനം കോടിയേരി ബാലകൃഷ്ണൻ വന്നപ്പോഴാണ് എന്നോട് ചോദിച്ചു ആരാണ്, എന്താണ്, എന്തിനാണ് വന്ന് ചോദിച്ച് എന്നോട് ഇരിക്കാൻ തന്നു. ഇരിക്കാൻ സീറ്റ് വന്നതിന് ശേഷം അദ്ദേഹമാണ് വിശ്വനാഥൻ, അന്നത്തെ ധനകാര്യമന്ത്രിയെ അദ്ദേഹം എനിക്ക് വിളിച്ച് വരുത്തി പരിചയപ്പെടുത്തി ഇൻ്റർവ്യൂ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുകയും ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ സമന്വയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആളുകളോട് എങ്ങോട്ട് പെരുമാറണം എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. ഇതേപോലെ തന്നെ ആയിരുന്നു എന്നെ 2010 ഒരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയും ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി. എനിക്ക് മനസ്സിലായി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ കള്ളക്കേസിൽ ഒരു CC അലക്സാണ്ടർ ഒരു വാച്ച് കമ്പനി ഉടമയുടെ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത്. പക്ഷേ കോടതി അപ്പം തന്നെ എനിക്ക് ജാമ്യം തന്നു. കാരണം അത് കള്ളക്കേസായിരുന്നു, ലാവ്ലിൻ കേസുള്ള വിരോധമായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് എനിക്ക് രാത്രി തന്നെ ജാമ്യം കിട്ടുക മാത്രമല്ല എന്നെ വീട്ടിലെത്തിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തു.
അങ്ങനെയുള്ള കോടിയേരി ബാലകൃഷ്ണൻ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊക്കെ തന്നെ പുഞ്ചിരിയോടെ നേരിടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. പിണറായി വിജയൻ്റെ ഡെഡ് എഗൻസ്റ്റ് ആയിരുന്നു. പാർട്ടി പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ മാതൃകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന് ചിരിക്കുന്ന മുഖമായിരുന്നല്ലോ, ചിരിക്കുന്ന മുഖമാണ്. അദ്ദേഹം SFI KSFിലൂടെ വളർന്ന് SFIയുടെ വന്ന് പിന്നെ ഡിവൈഫൈ കൂടെ വന്ന് അദ്ദേഹം പാർട്ടിയിൽ ഉന്നത സ്ഥാനത്ത് വരെ എത്തി. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സംഘടനാ ശേഷിയും ആളുകളോടുള്ള പെരുമാറ്റം തന്നെയാണ്. അങ്ങനെ വളർന്ന അദ്ദേഹം, നമുക്കറിയാം, ഒരിക്കൽ തലശ്ശേരിയിൽ RSSന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ജയിച്ച രാജഗോപാലിന്റെ മരുമോനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വളർന്നതും ഒരു വലിയ പങ്കുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാതൃകയായി എല്ലാ CPMകാർക്കും കാണാവുന്നതാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കും കാണാവുന്നതാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ സന്ദർശിക്കാൻ TK ഗോവിന്ദൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയ നിലപാട് തന്നെയുണ്ട്. ആ നിലപാട് എന്ന് പറഞ്ഞത്, കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരത്ത് AKG സെൻറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. എന്നാൽ പിണറായി വിജയൻ ചെന്നൈയിൽ നിന്ന് നേരെ മട്ടന്നൂർ എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് നേരിട്ട് കണ്ണൂരിലേക്ക് കൊണ്ടുവരികയും അവിടെ അപ്പം തന്നെ സംസ്കരിക്കുകയും ചെയ്തു. പിണറായി വിജയൻ ഇത് സംസ്കാരം കഴിഞ്ഞ് അധികം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അയർലൻഡിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും സന്ദർശനാവശ്യത്വം പോയി. സന്ദർശനം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പണം നിക്ഷേപിക്കുക, പല പദ്ധതികളും നിക്ഷേപിക്കുക, മകനുമായിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട പരിപാടി. ഗവൺമെന്റ് പരിപാടി പറയുന്നുണ്ടെങ്കിലും ചെലവിലാണ് പോകുന്നെങ്കിലും കോടിയേരിയുടെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ്, അപ്പം കോടിയേരിയുടെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് കോടിയേരിയെ എല്ലാ തരത്തിലും വഞ്ചിച്ചിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ. സാമാന്യ നീതിക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ ജില്ലകളിലൂടെ കടന്നു വരുമ്പോൾ പാർട്ടിക്ക് ഉണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഇതുണ്ട്. പിന്നെ അതിനോടുള്ള താല്പര്യം മാത്രമല്ല, കെട്ടുറപ്പ്. കാരണം പാർട്ടിയിൽ ഒരാൾ മരിച്ചാൽ ആദരിക്കുക എന്നുള്ളത്, എല്ലാവർക്കും കാണാൻ അവസരം കിട്ടുക എന്നുള്ളൊരു അവസരം നിഷേധിച്ചതിനെതിരെ ഏറ്റവും അധികം വിദ്വേഷത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ മകനും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും ഭാര്യയുമെല്ലാം. അവർക്കെല്ലാം അതിൽ ഭയങ്കര വിരോധമുണ്ട്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ ആരായിരുന്നു എന്ന് കേരള ജനതയ്ക്ക് അറിയാം. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ബോഡി കൊണ്ടുവരുന്നതിന് പകരം കണ്ണൂർക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവിടെ നിന്ന് വേഗം സംസ്കരിക്കുക, എന്നിട്ട് പിണറായി വിജയൻ അപ്പം തന്നെ സ്ഥലം വിടുക എന്നൊക്കെ വൃത്തികേടിൻ്റെ രാഷ്ട്രീയമാണ്. ഒരു സൗഹൃദ ബന്ധം പോലും കാത്തുസൂക്ഷിക്കാത്ത ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ. കോടിയേരി ബാലകൃഷ്ണനെ പോലെ CPMലെ സൗമ്യനായ ഒരു നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി കേരളം മുഴുവൻ കാത്തുനിന്ന് അതിന് സാധിക്കാതെ പോയൊരു വിഷമം അക്കാലത്ത് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അവസാനം പൊതുദർശനത്തിന് ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം കൊടുക്കാതിരുന്നത് എന്നുള്ള വലിയൊരു പരാതി തന്നെ അന്ന് CPMനെതിരെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇന്നും CPMൽ അപ്രമാദിത്വത്തോടുകൂടി നിൽക്കുന്ന നേതാവായ സഖാവ് ബഹുമാന്യനായ പിണറായി വിജയൻ അതെല്ലാം വെട്ടിയൊതുക്കി സാർ പറഞ്ഞതുപോലെ ചിതയുടെ ചൂടാറുന്നതിന് മുമ്പ് അദ്ദേഹം വിദേശത്തേക്ക് പോവുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ ശവസംസ്കാരം പെട്ടെന്ന് അങ്ങനെ ധൃതിയിലാക്കിയതാണോ എന്ന് പോലും സംശയം തോന്നുന്നു. സ്വാഭാവികമാണ്. പിണറായി വിജയൻ അന്ന് ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ യാത്ര കട്ട് ചെയ്ത് ഒഴിവാക്കി നീട്ടിവെച്ച്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊന്നുമല്ലല്ലോ പൈസ പോണത്, കേരള ഗവൺമെൻറ്റിൻ്റെ പൈസയല്ലേ, നാട്ടുകാരെ ഈ ടാക്സ് അടയ്ക്കുന്ന പൈസയല്ലേ. അങ്ങനെയുള്ള സന്ദർഭം ചെയ്യേണ്ടതിന് പകരം പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ആരോടും സ്നേഹമില്ല, ജീവിതത്തിൽ ഒരൊറ്റ കുട്ടിയും സ്നേഹമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് എല്ലാ CPM CPMൻ്റെ പ്രവർത്തകർക്ക് ഇത് വല്ലാതെ മനസ്സിൽ വലിയ നൊമ്പരം ഉണ്ടാക്കിയ സംഭവമാണ്. ആ വികാരത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ TK ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ സെൻസേഷനായ കാര്യം, അവരെ മനസ്സിനെ വല്ലാതെ അടുപ്പിക്കുന്നൊരു കാര്യമാണ്. സാധാരണ CPM പ്രവർത്തകർക്ക് TK ഗോവിന്ദൻ്റെ നിലപാടിനോട് 100% യോജിപ്പായിരിക്കും. പ്രത്യേകിച്ച് കണ്ണൂരിലെ
CPM പ്രവർത്തകർക്ക് കോടിയേരി ബാലകൃഷ്ണനോടുള്ള താല്പര്യം എന്താണെന്ന് പറയും. കണ്ണൂർ മാത്രമല്ല കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന CPM പ്രവർത്തകർക്ക് അതേ നിലപാടാണുള്ളത്. ആ നിലപാടിനുള്ള ഐക്യദാർഢ്യമാണ് ശരിക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആ അദ്ദേഹത്തോട് കൂടുതൽ CPM പ്രവർത്തകർ CPM ഇറങ്ങി വരാനുള്ള ഒരു വഴി കൂടിയാണ് അദ്ദേഹം തുറന്നു വെച്ചിരിക്കുന്നത്. സാർ, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കണ്ണൂരിലെ ജയരാജ ത്രയങ്ങൾ, അതായത് MP ജയരാജൻ, P ജയരാജൻ, MP ജയരാജൻ, ഇവർ, ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, ഇതുപോലെ കണ്ണൂരിൽ പ്രഗത്ഭരായിട്ടുള്ള CPM നേതാക്കൾക്ക് എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഖാവ് പിണറായി വിജയനുമായി വലിയൊരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു. അവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വെട്ടി ഒതുക്കുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇക്കുറി തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത P ജയരാജനെ കൊണ്ട് തന്നെയാണ്, അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷയർപ്പിക്കുക എന്നുള്ള രീതി കൊണ്ട് തന്നെ P ജയരാജനായിരുന്നു തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ചുമതലകളെല്ലാം കൊടുത്തിരുന്നത്. TK ഗോവിന്ദൻ പാർട്ടിയിൽ 60 വർഷത്തെ പാരമ്പര്യമുള്ള ഒരാൾ പാർട്ടിയിൽ ഈ പിന്തുടർച്ചാവകാശത്തെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം പുറത്തായത്. ഒരു കാരണവശാലും MP ഗോവിന്ദൻ്റെ പിൻഗാമിയായി PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കരുത് എന്ന് ജില്ലാ സെക്രട്ടറിയിൽ പറഞ്ഞിട്ട് പോലും ഇവരാരും ചെവിക്കൊണ്ടില്ല എന്നാണ് TK ഗോവിന്ദൻ്റെ പരാതി. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ രാകേഷ്, അതുപോലെ MP ഗോവിന്ദൻ, പിണറായി വിജയൻ എന്നീ തലമുതിർന്ന നേതാക്കൾക്കെതിരെ പടയൊരുക്കം തന്നെ നടക്കുന്നു. അവിടെ V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും മുൻകൈയെടുത്ത് ഇടഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ CPMൽ അസംതൃപ്തരായ ഒരു പറ്റം ആളുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു വിശാല ഇടതുപക്ഷ സഖ്യം രൂപം കൊണ്ടാൽ പോലും അതിൽ അതിശയിക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ സംശയം. എന്തായാലും TK ഗോവിന്ദൻ്റെ സ്ട്രാറ്റജിക് മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. അത് സാധാരണ CPM പ്രവർത്തകരുടെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം കൂട്ടിയുറപ്പിക്കലാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ മറന്നുപോയി. യാതൊരു തരത്തിലും അദ്ദേഹം ഒരു കടപ്പാട് കാണിച്ചിട്ടില്ല, നന്ദി കാണിച്ചിട്ടില്ല. പകരം അദ്ദേഹം നന്ദികേടാണ് കാണിച്ചിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ TK ഗോവിന്ദൻ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും CPM സാധാരണ പ്രവർത്തകരുടെ ഇടയിൽ വലിയ തോതിൽ അത് എഫക്റ്റ് ചെയ്യും. അവർ കൂടുതൽ CPM വിട്ടുവരാനുള്ള എല്ലാ സാധ്യതയാണ് അതിന് കൂടെ ഉണ്ടാകുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന CPMൽ നിന്ന് കൂടുതൽ ആളുകൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി ഭരിക്കുന്ന CPMൽ നിന്ന് മാറിപ്പോകാനുള്ള എല്ലാ സാധ്യതയാണ് ഇത് കൂടെ കാണുന്നത്. കണ്ണൂർ CPM മുക്ത കണ്ണൂർ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം TK ഗോവിന്ദൻ്റെയും അതേപോലെ V കുഞ്ഞികൃഷ്ണൻ്റെയൊക്കെ അജണ്ടയിലുള്ളതാണ്. അതേപോലെ അപ്പുറത്ത് ആരുണ്ട്, നമ്മുടെ KK രമയുണ്ട്. വടകര അതിന് അത്ര ദൂരമില്ല. വടകര കഴിഞ്ഞാൽ അടുത്ത സ്ഥലമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെ കണക്റ്റഡ് സംഭവങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു വിശാലമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, ഒരു സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ഭാഗമായിട്ടായിരിക്കാം TK ഗോവിന്ദൻ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് വലിയൊരു സൂചനയായിരിക്കും എന്ന് വേണം കണക്കിലെടുക്കാൻ. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.